ഇറാനെ കത്തിക്കുമെന്ന പുതിയ ഭീഷണിയായി രംഗത്തെത്തിയിരിക്കുകയാണ് അമേരിക്ക. അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ വലിയ വിപത്ത് ഇറാന് സംഭവിക്കുമെന്നാണ് അമേരിക്കയുടെ പുതിയ ഭീഷണി. എന്നാൽ അമേരിക്കയുടെ ഈ ഭീഷണി കേട്ട് മാളത്തിൽ ഒളിക്കുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഇറാനെ കാണരുത്. നിങ്ങൾ കരുതുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ അപകടകാരിയാണ് ഇറാൻ എന്ന രാഷ്ട്രം. പടക്കളത്തിൽ ഇറാൻ ഒറ്റയ്ക്കല്ല, മറിച്ച് ചങ്കൂറ്റത്തോടെ അമേരിക്കയ്ക്കെതിരെ ആയുധമെടുക്കാൻ ഒരു മടിയുമില്ലാത്ത ഉത്തര കൊറിയയും റഷ്യയും ഇറാനൊപ്പം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും മോഹങ്ങൾ നടക്കാൻ പോകുന്നില്ല. എന്താണ് നിലവിലെ അവസ്ഥ എന്നല്ലേ നമുക്ക് വ്യക്തമായിട്ട് പരിശോധിക്കാം. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷങ്ങളുടെ ഇരുൾ മൂടുകയാണ്. എപ്പോൾ വേണമെങ്കിലും അമേരിക്ക ഇറാൻ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടേക്കാം. ഇറാനെ തീർക്കാൻ അമേരിക്ക ഏതറ്റം വരെയും പോകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൊലവിളി ഇറാൻ കേട്ടതാണ്. എന്നാൽ എത്ര തവണ നിങ്ങൾ കൊല വിളിച്ചാലും അത് കേട്ട് വാലും ചുരുട്ടി ഭയത്തോടെ ഇരിക്കുന്നവരല്ല ഇറാൻ എന്നത് ഓർക്കണം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് വന്നാണ് ഇറാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പശ്ചിമേഷ്യയിൽ, പ്രത്യേകിച്ച് ചെങ്കടലിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം ഞാൻ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, ഒരിക്കൽ യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പിട്ട ഇസ്രയേലും തന്റെ തനിനിറം പുറത്തു കാണിച്ചുകൊണ്ട് ഗാസയിലെ ജീവനുകൾ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് ഇന്ന് ലോകം കാണുന്നത്. യുദ്ധക്കൊതിയന്മാരായ ഇസ്രയേലും അമേരിക്കയും വീണ്ടും പശ്ചിമേഷ്യയിൽ കണ്ണീരു വീഴ്ത്താൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ മറ്റു രാജ്യങ്ങളെ പോലെ മിണ്ടാതിരിക്കാനോ പ്രതികരിക്കാതിരിക്കാനോ ഇറാൻ കൂട്ടാക്കില്ല. ഇറാന്റെ ഭൂമിയിലേക്ക് അമേരിക്ക ബോംബ് വർഷം നടത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ പറയുമ്പോൾ അത് നെഞ്ചും വിരിച്ച് നേരിടാൻ ഇറാൻ തയ്യാറാണ് എന്നതാണ് ഇറാന്റെ ഭാഗത്തുനിന്നുമുള്ള പ്രതികരണം പറയുന്നത്. അതെ, ഇറാൻ അമേരിക്ക സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു എന്നതിന്റെ വാർത്തകളാണ് മാധ്യമങ്ങൾ അത്രയും റിപ്പോർട്ട് ചെയ്യുന്നത്. കേവലം ഒരു സംഘർഷമോ യുദ്ധമോ എന്നതിനപ്പുറത്തേക്ക് ലോകം മുഴുവൻ ഭീതി പടർത്തുന്ന വലിയ ദോഷകരമായിട്ടുള്ള ഒരു സാഹചര്യം ഇത് കുറിക്കുമെന്നതിൽ ആർക്കും സംശയം വേണ്ട. നമുക്കറിയാവുന്നതാണ്, പല രാഷ്ട്രങ്ങൾക്കും അമേരിക്ക ബോംബിട്ട ഒരു ചരിത്രത്തിന്റെ കഥ പറയാനുണ്ട് എന്ന കാര്യം. അത് വിയറ്റ്നാമിലാകട്ടെ, നോർത്ത് കൊറിയയിലാകട്ടെ, ജപ്പാനിലാകട്ടെ. ജപ്പാനൊക്കെ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ച് വീണ്ടും ഉയർത്തെഴുന്നേറ്റ രാഷ്ട്രമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അതെല്ലാം അമേരിക്കയുടെ ക്രൂരതയായിരുന്നു. നിലവിൽ ജപ്പാനുമായിട്ട് അമേരിക്ക വലിയ സൗഹൃദം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും രണ്ടാം ലോക മഹായുദ്ധം ഒരിക്കലും ജപ്പാൻ ജനത മറക്കാൻ സാധ്യതയില്ല. ഇങ്ങനെ നിരവധി രാഷ്ട്രങ്ങളിൽ പോയി ബോംബിട്ട് തകർത്ത ചരിത്രം അമേരിക്കയ്ക്ക് അവകാശപ്പെടാനുണ്ട്. ഇതേ ബോംബുകൾ ഇറാന്റെ ആകാശത്തേക്ക് എത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. എന്താണ് പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റിന് പറ്റിയതെന്ന ചോദ്യം ഇവിടെ വളരെ പ്രസക്തമാണെന്ന് തോന്നുന്നു. തന്റെ ചൊൽപ്പടിയിൽ നിൽക്കാത്തതിന്റെ അമർഷമാണല്ലോ അതുതന്നെയാണ് ട്രംപ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. അതായത്, താൻ വരച്ച വരയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ അമേരിക്കയ്ക്ക് തോന്നുന്ന അമർഷമാണ് ഈ തീരുമാനവും. അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ എത്തിപ്പെടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഇറാൻ നേതാവിന് അയച്ച ഒരു കത്തിലേക്കാണ്. അടുത്ത ദിവസങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെയാണ് ആ കാര്യം തുറന്നു പറഞ്ഞത്. ഇറാന്റെ കൈവശമുള്ള ന്യൂക്ലിയർ ആയുധങ്ങളാണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്ന പ്രധാന പ്രതിസന്ധിയായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇറാനെ എത്രത്തോളം ആക്രമിക്കാമോ, ഇറാനെ എത്രത്തോളം അകറ്റി നിർത്താനാകുമോ, എത്രത്തോളം ശ്വാസം മുട്ടിക്കാമോ എന്ന കാര്യങ്ങളിൽ നിരന്തരം പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിവരുന്ന രാഷ്ട്രമാണ് അമേരിക്ക എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അമേരിക്കയുടെ ഈ കുതന്ത്രത്തിന്റെ ഭാഗമായി നിരവധി ഉപരോധങ്ങൾ നേരിടുന്ന രാഷ്ട്രമാണ് ഇന്ന് ഇറാൻ എന്നതുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടത്, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്ന ഡൊണാൾഡ് ട്രംപിന് വേണ്ടത് ഇറാനുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണമാണ്. ഇതിനു വേണ്ടിയിട്ട് ഇറാൻ നേതാവിന് ഒരു കത്ത് അദ്ദേഹം അയച്ചിട്ടുണ്ടായിരുന്നു. ആ കത്തിൽ അദ്ദേഹം ആവശ്യപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇറാൻ ഇപ്പോൾ പുലർത്തുന്ന ന്യൂക്ലിയർ ഡീൽ, അതായത് അമേരിക്കൻ പ്രസിഡന്റ് ബറാക് ഒബാമയായിരുന്ന കാലഘട്ടത്തിൽ അമേരിക്കയും ഇറാനും ചേർന്ന് നിലനിർത്തിയിരുന്ന ഒരു ന്യൂക്ലിയർ ഉടമ്പടിയുണ്ട്. ആ ഉടമ്പടിയിൽ നിന്നും വ്യത്യസ്തമായി പുതിയ ഒരു ഉടമ്പടി സ്വീകരിക്കണം എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരാവശ്യം. ചുരുക്കി പറഞ്ഞാൽ അമേരിക്കയ്ക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇറാൻ ന്യൂക്ലിയർ വെപ്പണുകൾ, അതായത് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന ഒരു ഉറപ്പ് അമേരിക്കയ്ക്ക് ഇപ്പം ആവശ്യമാണ്. എന്നാൽ അമേരിക്കയുടെ പുതിയ കുതന്ത്രത്തിന് നിന്നുകൊടുക്കാൻ ഇറാൻ തയ്യാറല്ല എന്ന മറുപടിയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ട്രംപിന് ലഭിച്ചത്. ഇതാണ് പെട്ടെന്ന് ഇറാനെതിരെ ഒരു ആക്രമണം നടത്തുമെന്ന ഭീഷണി ഉയർത്തി ട്രംപ് മുന്നോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇറാനുമായി കാര്യങ്ങൾ രമ്യതയിൽ സംസാരിക്കാനുള്ള ആഗ്രഹം താൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നും, എന്നാൽ ഇറാന്റെ ഭാഗത്തു നിന്ന് അതിന് നല്ല മറുപടി അല്ല ലഭിച്ചത് എന്നതുമാണ് ട്രംപ് തുറന്നു പറയുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിപത്താണ് ഇതുവഴി ഇറാൻ ഉണ്ടാക്കുന്നത് എന്ന ഭീഷണി കൂടി ട്രംപ് ഇവിടെ ഉയർത്തുന്നുണ്ട്. എല്ലാം പഠിപ്പിച്ചും അതുപോലെ തന്നെ അനുസരിപ്പിച്ചും മാത്രം ശീലമുള്ള അമേരിക്കയെ സംബന്ധിച്ച് ഇറാന്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യാൻ കാരണമായിട്ടുണ്ട്. അതായത്, ഇത്ര നാളും അവരാണ് വലുത് എന്ന ഒരു ചിന്തയുടെ മുകളിലാണ് ഇറാൻ ഇപ്പം നല്ലൊരു അടിയടിച്ചത്. ഈ ഈഗോ ഹേർട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് വരുന്നത് എന്ന കാര്യവും നമുക്ക് വ്യക്തമാണ്. ഇവിടെ അമേരിക്ക മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്.
അതായത് എല്ലാവരും തന്റെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്ന അഹങ്കാരം എടുത്തു കളയുക എന്നതാണ്. ഒരുപക്ഷെ അതനുസരിച്ച് അല്ലെങ്കിൽ മുട്ടുമടക്കിയും അമേരിക്കയുടെ ഓച്ചാനത്തിൽ നിൽക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളെ മാത്രമേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകൂ. പക്ഷേ ഇത് ഐറ്റം വേറെയാണ്. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് ഇറാൻ ഒരു കാര്യം അറിയാം. അതെന്താണെന്ന് വെച്ചാൽ ഏതൊരു ഉടമ്പടി ഇപ്പോൾ അമേരിക്കയുമായിട്ട് വെക്കുകയാണെങ്കിലും അവിടെ അത് തെറ്റിക്കാൻ വരുന്നത് അമേരിക്ക എന്ന രാഷ്ട്രം തന്നെയാണ് എന്നതാണ് ആ സത്യം. അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണത്തിന് നമ്മൾ വേറെ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല. ഇസ്രയേൽ ഹമാസ് സംഘർഷത്തിലേക്ക് മാത്രം ഒന്ന് കണ്ണോടിച്ചാൽ മതി. കഴിഞ്ഞ ജനുവരിയിലാണ് പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിപ്പിക്കുകയാണെന്നും പറഞ്ഞ് ഖത്തറിന്റെ നേതൃത്വത്തിൽ അമേരിക്കയുടെ പൂർണ്ണ പങ്കാളിത്തത്തോടെയാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു രേഖയിലെത്തുന്നത്. എന്നാൽ ബന്ദികളെ വിട്ടയക്കുന്നില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടി എത്രയോ മനുഷ്യരെ ഇതിനോടകം തന്നെ ഗാസയിൽ കൊന്നു തള്ളാൻ ഒരു മടിയും ഇസ്രയേൽ കാണിച്ചിട്ടില്ല. പിന്നീട് ഇസ്രയേൽ തന്നെ തുറന്നു പറയുന്നുണ്ട് അമേരിക്കയുടെ പൂർണ്ണ പങ്കാളിത്തം ഈ വിഷയത്തിലും ഇസ്രയേലിന് ലഭിച്ചു എന്ന കാര്യം. അതായത് ഇസ്രയേൽ ഇപ്പോൾ ചെയ്തു കൂട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ഇരുവർക്കും ഉണ്ട് എന്നതാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. വീണ്ടും വീണ്ടും ഇസ്രയേൽ ആവർത്തിക്കുന്നത് അമേരിക്ക ഇസ്രയേൽ നൽകുന്ന പിന്തുണയെക്കുറിച്ച് തന്നെയാണ്. ഇത് ലോകം മനസ്സിലാക്കിയ ഒരു സത്യവുമാണ്. അതേ അമേരിക്കയാണ് ഇത്തരത്തിലൊരു ആവശ്യവുമായിട്ട് ഇറാന്റെ മുന്നിലേക്ക് എത്തുന്നത് എന്ന് ഓർക്കണം. അമേരിക്കയെ വിശ്വസിക്കരുത് എന്ന് പലരും പറയുന്നതിന്റെ പ്രധാന കാരണവും ഇതൊക്കെ തന്നെയാണ്. വേറൊരു കാര്യം കൂടി ഇവിടെ പറയാനുണ്ട്. ഇസ്രയേൽ എന്ന കുറുക്കന്റെ കഥ കൂടിയാണ് അത്. നമുക്കറിയാവുന്നതാണ് ഇന്ന് അമേരിക്ക ഭരിക്കുന്നത് ഡൊണാൾഡ് ട്രംപ് എന്ന ബിസിനസ്മാൻ ആണ് എന്ന കാര്യം. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ലാഭവും ബിസിനസ്സും ഒക്കെ തന്നെയാണ് കൂടുതൽ മുൻഗണന നൽകുന്ന വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ഏതൊരു യുദ്ധത്തെയും അദ്ദേഹം നോക്കിക്കാണുന്നത് ആ ഒരു രീതിയിൽ തന്നെയാണ്. ലോകത്തൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ നമ്മുടെ വാണിജ്യത്തെയും വ്യാപാരത്തെയും ഒക്കെ പ്രതികൂലമായിട്ട് അത് ബാധിക്കും. അത് നമ്മുടെ സാമ്പത്തിക അവസ്ഥയെയും പിടിച്ചു കുലുക്കും. ഇതൊക്കെ തന്നെയാണ് ട്രംപിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതുകൊണ്ട് തന്നെ ട്രംപിന് യുദ്ധം എന്നത് വലിയ ഇഷ്ടമുള്ള ഒരു കാര്യവുമല്ല. എന്നാൽ ഇറാനിലേക്ക് ബോംബ് അയക്കുമെന്ന് ട്രംപ് പറയാനുള്ളതിന് പിന്നിലെ പ്രധാന കാരണം അതിന്റെ ബാക്കിൽ ചരട് വലിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ എന്ന ശക്തി ആയതുകൊണ്ടാണ്. നമുക്കറിയാവുന്നതാണ് ലോകത്തെ ഏറ്റവും നല്ല സൗഹൃദം സൂക്ഷിക്കുന്ന രണ്ട് രാജ്യങ്ങളാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രയേലിന്റെയും. എന്നാൽ ഇരു രാജ്യങ്ങളുടെയും, അതായത് അമേരിക്കയുടേതാകട്ടെ ഇസ്രയേലിൻ്റെതാകട്ടെ, പ്രധാന ശത്രുവാകട്ടെ ഇറാനാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇസ്രയേലിന് എന്തായാലും ഇറാനെ നേരിട്ട് പോയിട്ട് ചൊറിയാൻ പേടിയാണ്. കാരണം എന്തും എപ്പം വേണമെങ്കിലും ചെയ്യാൻ ഇറാന് യാതൊരു മടിയുമില്ല എന്ന് അവർക്കറിയാം. മാത്രവുമല്ല ഇറാൻ വളരെയധികം അപകടകാരിയാണ്. ഇറാൻ ഇപ്പൊ നിൽക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ അമേരിക്ക ഉണ്ടല്ലോ എന്ന രീതിയിൽ ഇസ്രയേൽ നിൽക്കും പോലെയല്ല, മറിച്ച് വളരെ ഒറ്റയ്ക്കാണ്. മാത്രവുമല്ല സൗഹൃദത്തിനുള്ള രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ലോക രാഷ്ട്രങ്ങൾ എല്ലാവരും ഭയക്കുന്ന രാഷ്ട്രങ്ങളുമാണ്. എന്നാൽ ഇസ്രയേലിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലോ അമേരിക്ക എന്ന ഒരു ആത്മമിത്രമുണ്ട് എന്ന ആത്മവിശ്വാസത്തിന്റെ മുകളിൽ മാത്രം നിൽക്കുന്ന രാഷ്ട്രമാണ് ഇസ്രയേൽ എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇറാന് ഒരു യുദ്ധം അഭിമുഖീകരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ പോലും ഒരു ഭയവും കാണിക്കാതെ അതിനെ നേരിടാൻ സജ്ജമാണ് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ മുകളിൽ വലിയ സമ്മർദ്ദം ചെലുത്തി എങ്ങനെയെങ്കിലും ഇറാനായിട്ട് അടിപിടി കൂട്ടുക. നമ്മൾ പറയാറില്ലേ രണ്ടാൾക്കാരെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന ചെന്നായിയുടെ കഥ, അതുപോലെ തന്നെയാണ് ഇസ്രയേലിന്റെ അവസ്ഥയും. ഇവിടെ യുദ്ധം നടക്കേണ്ടത് അമേരിക്കയേക്കാൾ കൂടുതൽ ഇസ്രായേലിന്റെ ആവശ്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഇവിടെ ഒറ്റയ്ക്കല്ല എന്നതാണ്. ഇറാന്റെ കൂടെ സജീവമായിട്ട് റഷ്യയുണ്ട്, അതുപോലെ തന്നെ ചൈനയുണ്ട്, അതുപോലെ തന്നെ ഉത്തര കൊറിയയും ഉണ്ട്. ഈ മൂന്ന് രാജ്യങ്ങളെയും ലോകരാഷ്ട്രങ്ങൾ ഭയക്കുന്നു എന്നതുകൂടി നമ്മളിവിടെ ഓർക്കേണ്ട ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ തിളപ്പിക്കുന്ന വെള്ളം അങ്ങ് മാറ്റി വെച്ചോളൂ. നിങ്ങൾ കളിക്കുന്നത് വലിയ ശത്രുവിനോടാണ് എന്ന കാര്യം നല്ല ബോധ്യമുണ്ടാകുക. എന്തായാലും ഇങ്ങനെ ഒരു യുദ്ധം നടന്നാൽ എന്തായിരിക്കും ലോകത്തിന്റെ അവസ്ഥ എന്നത് നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. മറ്റൊരു വാർത്തയുമായിട്ട് വീണ്ടും എത്താം. നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അത് ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ഒന്ന് ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.